ഇറാൻ യുദ്ധത്തിന് വീണ്ടും ഇടവേള നൽകിയിരിക്കുകയാണ് അമേരിക്ക. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം 40 ദിവസത്തോളമായപ്പോൾ അമേരിക്ക ഏകപക്ഷീയമായി നിർത്തി. ഇറാൻ തിരിച്ചടിയും നിർത്തി. വെടിനിർത്തൽ, ധാരണാപത്രം ഒപ്പിടൽ, വീണ്ടും അടിയും തിരിച്ചടിയും. യുദ്ധം രണ്ടാം ഘട്ടം ആദ്യത്തേതിലും കടുത്തതായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇറാനെ ആക്രമിക്കാൻ കാരണമായി പറഞ്ഞത് അവരുടെ ആണവ പദ്ധതിയെ കുറ്റപ്പെടുത്തിയാണ് എങ്കിൽ രണ്ടാം ഘട്ടം ആദ്യഘട്ടത്തിന്റെ പരിണിതഫലമായ ഹോർമൂസിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയാണ്. അതിനാൽ ഹോർമൂസിൽ ഇറാന് ആധിപത്യം നൽകുന്ന ചെറിയ ബോട്ടുകൾ, റഡാർ, റേഡിയോ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ് അമേരിക്ക ആക്രമിച്ചത്. ഇറാന് പണം നേടാൻ അനുവദിക്കുന്നതും ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് നിർണായകവുമായ ബന്ദർ അബ്ബാസ്, ഖഷം തുടങ്ങിയ ദ്വീപുകളെ അമേരിക്ക ലക്ഷ്യമിടുകയായിരുന്നു. എന്നാൽ കൊടുങ്കാറ്റ് പെട്ടെന്ന് കെട്ടടങ്ങിയതുപോലെയായി പിന്നീടുള്ള കാര്യങ്ങൾ. 13 ദിവസം തുടർച്ചയായി ഇറാനിലേക്ക് പറന്ന ബോംബുകൾ പെട്ടെന്ന് വരാതായി. തിരിച്ചടിക്ക് മിസൈലുകൾ ഒരുക്കി നിന്ന ഇറാൻ കാത്തിരുന്നു മടുത്തു. ഒടുവിൽ തൽക്കാലത്തേക്ക് വീണ്ടും വെടിനിർത്തിയെന്ന വാർത്ത അമേരിക്കയിൽ നിന്ന് വന്നു. മിസൈലുകൾ തിരികെ കൊണ്ടുപോയി വെച്ചു ഇറാനും. സമാധാനത്തിന് വീണ്ടും ഒരു സാധ്യത നൽകുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. രണ്ടാം തവണ ഇറാനെ ആക്രമിക്കുമ്പോഴും ചർച്ചകൾ നടക്കുകയായിരുന്നു. വീണ്ടും യുദ്ധം നടന്ന 13 ദിവസവും ചർച്ചകൾ തുടരുകയായിരുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന പേരിലാണ് യുദ്ധം വീണ്ടും നിർത്തിയത് എങ്കിൽ എന്തിനാണ് യുദ്ധം തുടങ്ങിയത് എന്ന ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. അമേരിക്കയോട് കടുത്ത അവിശ്വാസമാണ് എന്ന ഇറാന്റെ പ്രസ്താവന ഇവിടെ വീണ്ടും പ്രസക്തമാകുന്നു. ലക്ഷ്യങ്ങൾ നേടാനാകാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ലക്ഷ്യം നേടാൻ ശ്രമിച്ച് സ്വന്തം പോക്കറ്റിന് തീപിടിക്കുമ്പോൾ മാത്രമാണ് അമേരിക്ക യുദ്ധം നിർത്തുന്നത്. അനുകൂല സാഹചര്യമെങ്കിൽ വീണ്ടും യുദ്ധം തുടങ്ങുകയും ചെയ്യും. അതാണ് ഡൊണാൾഡ് ട്രംപ് ഭരിക്കുന്ന ഇന്നത്തെ അമേരിക്കയുടെ യുദ്ധതന്ത്രം. ഫെബ്രുവരി 28-ന് തുടങ്ങിയ ആദ്യഘട്ട യുദ്ധവും ലക്ഷ്യം കണ്ടില്ല. രണ്ടാമത് തുടങ്ങി 13 ദിവസം കൊണ്ട് നിർത്തിയ യുദ്ധവും ലക്ഷ്യത്തിന്റെ അടുത്തുപോലും എത്തിയില്ല. ആദ്യഘട്ടം ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചു. ഇറാൻ ഇപ്പോഴും ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നു. രണ്ടാം ഘട്ട യുദ്ധം ലക്ഷ്യമിട്ടത് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനിൽ നിന്ന് മാറ്റി അമേരിക്കയുടെ കൈകളിൽ ആക്കുക എന്നതാണ്. ഇറാനിൽ കുറേ ബോംബുകൾ വർഷിച്ചു എന്നല്ലാതെ ഒന്നും നടന്നില്ല. ഇറാൻ നിഷ്കർഷിച്ച പാത അവഗണിച്ച കപ്പലുകൾ ഇന്നും ആക്രമിക്കപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിശ്ചയിച്ച പാതയിൽ നിന്ന് മാറി സഞ്ചരിച്ച ഒരു എണ്ണക്കപ്പൽ കടൽ മൈനിൽ തട്ടി പൊട്ടിത്തെറിച്ചുവെന്ന വാർത്തയും ഇതിനൊപ്പം ചേർത്ത് വായിക്കാം. ഇവിടെ പ്രസക്തമാകുന്നത് അമേരിക്ക ഉപയോഗിച്ച ബോംബുകളും മിസൈലുകളുമാണ്. ഇറാനെതിരായ സൈനിക നടപടികൾ നിർത്തിവെച്ചുവെന്നാണ് പെന്റഗൺ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തത്. യഥാർത്ഥ കാരണം പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രതിരോധ സംവിധാനങ്ങളുടെ സ്റ്റോക്ക് കുറഞ്ഞതാണ് എന്ന് ദി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് സ്വന്തം കൈ പൊള്ളിയപ്പോൾ ഇനി സമാധാനമാകാം എന്ന് പ്രഖ്യാപിച്ചു എന്ന് സാരം. എന്തിനും കണ്ണുമടച്ച് അനുമതി കൊടുക്കുന്ന ട്രംപിന് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സമയമെടുക്കുന്നു എന്നതാണ് അമേരിക്കയുടെ പ്രതിച്ഛായ മോശമാക്കുന്നത്. ഇറാനെ ആക്രമിക്കുന്ന പദ്ധതിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരെ സമീപിച്ചതാണ്. പക്ഷേ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവും ഉണ്ടായിരുന്ന അവരൊന്നും ഇസ്രായേലിൻ്റെ പദ്ധതിയെ അനുകൂലിച്ചില്ല. എന്നാൽ എടുത്തുചാട്ടക്കാരനും സ്വബോധത്തിൽ കാര്യമായ കുറവ് കാണിക്കുന്നവനുമായ ഡൊണാൾഡ് ട്രംപ് ആവേശത്തോടെ ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ഇറാനെ ആക്രമിക്കാൻ പോയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അമേരിക്കൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ഡാൻ കെയ്ൻ ആദ്യമേ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരുപക്ഷെ കെയ്ൻ പോലും പ്രതീക്ഷിക്കാത്ത യുദ്ധതന്ത്രം പയറ്റി ഇറാൻ അമേരിക്കയെ ഞെട്ടിച്ചു. വളരെ ചെറിയ ചെലവിൽ നിർമ്മിച്ച ആയിരക്കണക്കിന് കാമിക്കാസെ ഡ്രോണുകളാണ് ഇറാൻ ഉപയോഗിച്ചത്. അവയെ പ്രതിരോധിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ഉപയോഗിച്ചത് അമേരിക്ക കൊടുത്ത ആയിരക്കണക്കിന് ഡോളർ വിലയുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇറാനിൽ നിന്ന് പറന്നു വരുന്നത് പാറക്കല്ലാണ് എങ്കിലും അതിനെ നേരിടുന്നത് 4 മില്യൺ അമേരിക്കൻ ഡോളർ വിലയുള്ള, അഥവാ ഏതാണ്ട് 40 കോടി രൂപ വില വരുന്ന മിസൈലാണ്. ഒരു പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലിൻ്റെ വിലയാണ് ഇത്. ഇന്റർസെപ്റ്റർ സംവിധാനം മൊത്തത്തിൽ പ്രവർത്തിക്കുമ്പോൾ ചിലവ് 9,623 കോടി രൂപയാണ്. അങ്ങനെ 1300 ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഗൾഫ് മേഖലയുടെ സുരക്ഷയ്ക്കായി അമേരിക്ക ചെലവാക്കിയെന്നാണ് കണക്ക്. അങ്ങനെ എത്രയോ ലക്ഷം കോടി ഡോളറുകൾ അമേരിക്ക ഇപ്പോൾ തന്നെ ഇറാൻ യുദ്ധത്തിൽ ചെലവാക്കി. ഇറാനാകട്ടെ ഓരോ ആക്രമണത്തിനും ശേഷം വീണ്ടും ശക്തമാകുകയാണ്. കയ്യിലുള്ള മിസൈലുകളുടെ സ്റ്റോക്ക് തീരുന്നു. വീണ്ടും നിറയ്ക്കാൻ അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്ക് വർഷങ്ങൾ വേണം.
കമ്പനികളിലെ എഞ്ചിനീയർമാർ രാവും പകലും അധ്വാനിച്ചിട്ടും ആവശ്യത്തിന്റെ പകുതിയോളം പോലും മിസൈലുകൾ നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയായി. കരയുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്റർസെപ്റ്റർ മിസൈലുകളില്ലാതെ എങ്ങനെ ഇറാന്റെ ഡ്രോണുകളെയും മിസൈലുകളെയും പ്രതിരോധിക്കും? ആദ്യഘട്ട യുദ്ധത്തിന്റെ മധ്യത്തിൽ തന്നെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഏകദേശം തീർന്നിരുന്നു. അമേരിക്കയുമായി സൗഹൃദത്തിലുള്ള മറ്റു രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന മിസൈലുകളും ഇറാൻ മേഖലയിലെത്തിച്ച് ഉപയോഗിച്ചു. ഇതോടെ ആ രാജ്യങ്ങൾക്ക് സുരക്ഷാ വലയം ഇല്ലാതായി. മഴയിൽ നിന്ന് രക്ഷ നേടാനുള്ള കുട പോലെയായിരുന്നു ആ രാജ്യങ്ങൾക്ക് ശത്രു രാജ്യങ്ങളുടെ മിസൈലുകൾ പ്രതിരോധിക്കാനുള്ള ഇന്റർസെപ്റ്ററുകൾ. ദക്ഷിണ കൊറിയയിൽ നിന്ന് വരെ മിസൈലുകൾ അമേരിക്ക കൊണ്ടുപോയി. ഉത്തര കൊറിയയിൽ നിന്ന് ഏത് നിമിഷവും മിസൈലുകൾ വരാം എന്ന് ആശങ്കപ്പെട്ടിരുന്ന ദക്ഷിണ കൊറിയയെ അപകടത്തിലാക്കി അമേരിക്ക. സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്താണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയത്. അവർക്ക് സുരക്ഷിതത്വ ബോധം ലഭിച്ചത് ഇത്തരം മിസൈൽ ഇന്റർസെപ്റ്ററുകളുടെ സാന്നിധ്യം കാരണവുമായിരുന്നു. അത്തരത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് സമാഹരിച്ച ഇന്റർസെപ്റ്ററുകളും ഇറാൻ യുദ്ധത്തിൽ തീർന്നുപോയ അവസ്ഥയിലാണ് അമേരിക്ക. ഈ അവസരത്തിൽ ചൈനയിലോ റഷ്യയിലോ നിന്ന് ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കുക എളുപ്പമല്ല അമേരിക്കയ്ക്ക്. പ്രതിരോധ വിദഗ്ധർ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാകാതെ തോന്നുന്നത് അപ്പോൾ തന്നെ വിളിച്ചു പറയുന്ന ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ പോലും ട്രംപിന്റെ വാക്കുകൾക്ക് വലിയ വില നൽകാറില്ല. എന്നാൽ ചിന്തിച്ചും കാര്യങ്ങൾ സൂക്ഷ്മമായി വീക്ഷിച്ചിട്ടും മാത്രം പൊതുവേദിയിൽ അഭിപ്രായം പറയുന്ന ആളാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഇറാനുമായുള്ള യുദ്ധം കൂടുതൽ തീവ്രമാകുന്നതിനെക്കുറിച്ച് ജനറൽ ഡാൻ കെയ്നിനൊപ്പം US വൈസ് പ്രസിഡന്റ് JD വാൻസും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വാൻസ് യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്ക ട്രംപുമായി പങ്കുവച്ചുവെന്ന് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് രണ്ടാം വെടിനിർത്തൽ പ്രഖ്യാപനം അമേരിക്കൻ പ്രതിരോധ വകുപ്പിൽ നിന്ന് ഉണ്ടായത്. ഇന്റർസെപ്റ്റർ മിസൈലുകൾ തീർന്നാൽ കുവൈറ്റ്, ബഹ്റൈൻ, UAE എന്നിവിടങ്ങളിലെ അമേരിക്കൻ താവളങ്ങളിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനാവില്ല എന്നും അവർ തിരിച്ചറിയുന്നു. മറ്റൊന്ന് ഇറാന്റെ ആക്രമണത്തിലെ കൃത്യതയാണ്. കഴിഞ്ഞയാഴ്ച ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ജോർദാനിൽ US-ന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തുളച്ചുകയറാൻ ഇറാൻ മിസൈലിന് സാധിച്ചതും ആശങ്ക വർദ്ധിപ്പിച്ചു. ഇറാന് ചൈനയുടെയും റഷ്യയുടെയും സഹായം ലഭിക്കുന്നുണ്ട് എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ജോർദാനിലെ ആക്രമണം. ഗൾഫ്, അറബ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ കൃത്യമായി മാപ്പ് ചെയ്തിട്ടുള്ള ചൈനയും റഷ്യയും ആ വിവരങ്ങൾ ഇറാന് നൽകിയെന്നും തൽഫലമായാണ് ഇറാന്റെ മിസൈൽ പ്രഹരത്തിന് ഇത്ര കൃത്യത ലഭിച്ചത് എന്നും അമേരിക്ക വിശ്വസിക്കുന്നു. ട്രംപ് ആദ്യമായി ആ സൂചന നൽകുന്ന പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയും ചൈനയും സഹായിക്കുന്നുണ്ടെങ്കിൽ ഇറാനുമായുള്ള യുദ്ധം കൂടുതൽ കടുക്കും. സാങ്കേതിക സഹായത്തിനപ്പുറം മിസൈലുകളും കൊടുത്ത് ഇറാനെ സഹായിച്ചാൽ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ അവയെ പ്രതിരോധിക്കാൻ കഴിയാതാകും. ഇറാനിൽ നിന്ന് വളരെ കുറഞ്ഞ നിരക്കിൽ എണ്ണ കൊണ്ടുപോകുന്ന ചൈനയ്ക്ക് ഇറാന് മിസൈലുകൾ നൽകാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. അമേരിക്കയുമായി കടുത്ത ശത്രുതയിലുള്ള റഷ്യയ്ക്കും ഇറാന് മിസൈലുകൾ നൽകുന്നതിന് വിമുഖതയുണ്ടാകില്ല. ഈ സാഹചര്യത്തിൽ ഇറാനുമായുള്ള യുദ്ധം നീളുകയും ചെയ്യും. അവസാനിച്ചാൽ തന്നെ അമേരിക്കയ്ക്ക് വമ്പൻ നഷ്ടവുമുണ്ടാകും. ഇതെല്ലാം അമേരിക്കൻ ഭരണകൂടം പരിഗണിച്ചു എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത്. ഇറാനുമായുള്ള യുദ്ധം മുറുകുമ്പോൾ മറ്റ് യുദ്ധമുഖങ്ങൾ തുറക്കുമോ എന്ന ഭയവുമുണ്ട്. സൗദി അറേബ്യയും യമനിലെ ഹൂത്തികളും തമ്മിലുള്ള സംഘർഷം കടുത്താൽ അവിടെയും അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരും. പോരാത്തതിന് അമേരിക്കയെ ഒഴിവാക്കി ഹോർമുസ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ ഒരു കുറുമുന്നണി ഉണ്ടാകുന്നതായും റിപ്പോർട്ടുണ്ട്. ഹോർമുസിന്റെ തീരം പങ്കിടുന്ന ഒമാൻ ഇറാനുമായി സഹകരിക്കുമെന്ന തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ഹോർമുസിൻ ചൊല്ലിയുള്ള യുദ്ധം ശരിക്കും ഇറാന് ഗുണമായി മാറുന്നുണ്ടോ എന്ന ആശങ്കയും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചുവെന്നാണ് ചില അന്താരാഷ്ട്ര വിദഗ്ധരുടെ നിഗമനം.